ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കും. ഒരുപാട് സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നും ആഗ്രഹിച്ചവരുണ്ടായിരിക്കും. അപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ പല യൂണിവേഴ്സിറ്റീസും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നു യൂണിവേഴ്സിറ്റി വേഴ്സസ് അതർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് നമുക്ക് BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒട്ടും ടൈം കളയണ്ട, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ എത്രയും വേഗം ഉറപ്പാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇഗ്നു യൂണിവേഴ്സിറ്റി വേഴ്സസ് അതർ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ നമുക്ക് അറിയാം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ റെഗുലർ ആയാലും ഡിസ്റ്റൻ്റ് ആയാലും ഓൺലൈൻ ആയാലും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. അപ്പം അതിലേതാണ് വാല്യൂഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, ഏതിൽ ജോയിൻ ചെയ്യുന്നതാണ് മോർ ബെറ്റർ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ മറ്റ് യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റിയും നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭാവി പ്ലാൻ എന്താണ് എന്നാണ് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ കേരളത്തിനകത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോകണം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന ആളാണോ എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്യാം. എന്നിട്ട് വേണം ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇഗ്നു യൂണിവേഴ്സിറ്റി മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വാല്യൂവിന്റെ കാര്യത്തിലും പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. 1985 ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു മൂല്യം എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി അന്നത്തെ ഗവൺമെന്റിന്റെ ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ UGC അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂവിന്റെ കാര്യത്തിൽ പിന്നെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ 280+ കോഴ്സുകളാണ് ഈ ഒരു ഇഗ്നു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 280 എന്ന് പറയുമ്പോൾ അത്രയും കോഴ്സുകൾ സ്റ്റുഡൻസിന് വേണ്ടി ആ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു കാലപ്പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ 4.5+ മില്യൺ സ്റ്റുഡൻസ് ആണ് ഇതുവരെ എൻറോൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസിന് UG ആയാലും PG ആയാലും PhD ആയാലും ഡിപ്ലോമ കോഴ്സുകളായാലും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സുകളാണ് നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സിലബസിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം സിലബസ് എന്ന് പറയുന്നത് വളരെ സ്റ്റുഡൻറ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആണ്. സിവിൽ സർവീസിന് പോലും സ്റ്റുഡൻസ് റെഫർ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻസിനെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാല്യുവേഷൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും എന്ന്. വാല്യുവേഷൻ്റെ കാര്യമായാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി. പിന്നെ എല്ലാവർക്കും അറിയാം ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് +2 SLC പോലെയല്ല, കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി എടുക്കുക എന്നതിന് ഉപരി നിങ്ങൾ അതിന് എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിക്കുന്നു എന്നത് മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കുറച്ചും കൂടെ ഓരോ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്ത കുറച്ചും കൂടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ലെവൽ എത്തുമ്പോഴാണ്. അപ്പോൾ കുറച്ചും കൂടെ സബ്ജക്ട് നോളജ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും അവരുടെ സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് അവരുടെ മീഡിയം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ള
സ്റ്റുഡൻസ് ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ഗ്രാമറിന് ഉപരി നിങ്ങൾക്ക് ആ സബ്ജക്ട് നോളജ് ഉണ്ടോ എന്ന് മാത്രമാണ് വാല്യുവേഷന്റെ സമയത്ത് ടീച്ചേഴ്സ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ എക്സ്ട്രാ ഒരു എഫേർട്ടും കൂടെ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതി പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അത്ര കാര്യമാക്കണ്ട. കൂടുതൽ എഫേർട്ട് എടുത്ത് നന്നായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂണിവേഴ്സിറ്റി 2 മീഡിയം മാത്രം സ്റ്റുഡൻസിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് ആർക്കും പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഇല്ലാതെ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഏതൊരു ഫീൽഡിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് ഇൻ ഇംഗ്ലീഷ്. സോ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് ജോബിനായാലും പ്രൈവറ്റ് ജോബിനായാലും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂവും വരില്ല. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യക്ക് അകത്തും പുറത്തും വിദേശത്ത് വരെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. അതുപോലെ സിലബസിന്റെ കാര്യത്തിലും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് കീപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ ഇനി കവർ ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. അപ്പൊ ഇനിയും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.